ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മന്ത്ലി സാലറി, അതുപോലെ തന്നെ മാൾട്ടയിൽ എങ്ങനെയൊക്കെയാണ് സേവിങ്സ്, എക്സ്പെൻസ് എന്നതിനെക്കുറിച്ചാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എൻ്റെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് അറൗണ്ട് 2000 euros ആണ് മന്ത്ലി വരുന്നത്. അത് നമുക്ക് ഓരോ മന്തും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡ്സ്, പബ്ലിക് ഹോളിഡേയ്സ്, ഓവർ ടൈം എന്നതിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ പബ്ലിക് ഹോളിഡേയ്സിന് ട്രിപ്പിൾ സാലറിയും വീക്കെൻഡ് എന്ന് വെച്ചാൽ സൺഡേയ്സിൽ ഡബിൾ സാലറിയും ആയിരിക്കും. ഇനി ഓവർ ടൈം എടുത്താൽ നമുക്ക് നമ്മുടെ ബേസിക് സാലറിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും സാലറി കിട്ടുന്നത്. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ സാലറിയിൽ വേരിയേഷൻസ് ഉണ്ടാകും. എന്നാലും അറൗണ്ട് 2000 euros എബോവ് ആയിട്ട് മന്ത്ലി സാലറി നമുക്ക് കിട്ടാറുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയാൽ എൻ്റെ മന്ത്ലി എക്സ്പെൻസ് നോക്കാം. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് റെൻറ്റ് വരുന്നത് 250 euros ആണ്, പ്ലസ് യൂട്ടിലിറ്റി. അതുപോലെ തന്നെ ഫുഡ്, അത് ഡിപ്പെൻസ് ആയിരിക്കും. നമ്മൾ എന്തുമാത്രം ചിലവാക്കുന്നു അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഷോപ്പിംഗ് ആൻഡ് പേഴ്സണൽ തിങ്സിൻ്റെ അകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാറുള്ളത്. കാരണം ഞാൻ ഷോപ്പിങ്ങിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിങ്ങിന് അധികം എക്സ്പെൻസ് ആവാറുണ്ട്. നമ്മുടെ എക്സ്പെൻസ് പോലെ ഇരിക്കും നമ്മുടെ സേവിങ്സ്. നമ്മൾ കുറച്ച് ചിലവാക്കിയാൽ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാം. എൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത് ഞാൻ അറൗണ്ട് ഒരു 1000 euros മന്ത്ലി സേവ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതിന് മണ്ടയിലും ഞാൻ സേവ് ചെയ്യാറുമുണ്ട്. അത് ഓരോ മന്തിലെയും എൻ്റെ OT അതുപോലെയൊക്കെ ഇരിക്കും. ഞാൻ പൊതുവെ OT എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മന്ത്ലിയിൽ ഞാൻ 1000 euros മണ്ടയിൽ മാക്സിമം സേവ് ചെയ്യാറുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ മണി സേവ് ചെയ്യാം എന്ന് നോക്കിയാൽ, ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ റെൻറ്റ് കുറയും. നമ്മൾ തന്നെ ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ പ്രൈവറ്റ് റൂം എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെൻറ്റ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ. അപ്പം ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ, ഷെയർഡ് അക്കോമഡേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ 4 പേര് അങ്ങനെ നിൽക്കുന്ന, അങ്ങനെ 4 പേര് 6 പേര് നിന്ന് ഒരു ഫ്ലാറ്റിനെ നമ്മൾ ഷെയർ ചെയ്ത് അങ്ങനെ നിൽക്കുന്നതിനെയാണ് ഷെയർ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും റെൻറ്റ് കുറവായിരിക്കും. പിന്നെ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാതിരുന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഓവർ ടൈം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക മാക്സിമം. പിന്നെ അതിനൊപ്പം നമ്മുടെ ഹെൽത്ത് നോക്കണം. നമുക്ക് ഹെൽത്ത് ഇല്ലാതെ ഓവർ ടൈം എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ മന്തിൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ സാലറി വരാൻ പോകുന്നത്, അപ്പം നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ചിലവാക്കണം. അങ്ങനെ ഒരു മന്ത്ലി ബഡ്ജറ്റ് നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ഞാൻ അങ്ങനെ ഓരോ മന്തും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നോക്കാറുണ്ട്. എൻ്റെ ഇപ്പം നെക്സ്റ്റ് മന്ത് വരുന്നതിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ ഈ മന്ത് എൻഡിൽ തന്നെ ഞാൻ ചെയ്ത് ആ ഒരു ബേസിലായിരിക്കും ഞാൻ എൻ്റെ മന്ത്ലി സാലറി യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പെൻസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ സാലറിയിൽ നിന്ന്. സോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇനി മാൾട്ടയിലേക്ക് വരാനിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.